മലയാള സിനിമ ആദ്യകാലം ഇപ്പോഴും എടുത്തു നോക്കുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ട്. പല വ്യത്യാസങ്ങളും അജഗജാന്തര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ. ഒരു പാട്ട് സീൻ ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിൽ അതിഗംഭീരമായിട്ട് സൂപ്പർ ഹിറ്റാക്കി ചിത്രീകരിച്ച എത്രയോ സിനിമകളുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമയുടെ പാട്ടെടുക്കാൻ വേണ്ടി പല രാജ്യങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വ്യത്യാസങ്ങൾ സിനിമയിൽ വന്നു കഴിഞ്ഞു. ആ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിലെ ടെക്നോളജി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് AI സംവിധാനം വന്നു തുടങ്ങിയത് മുതൽ തന്നെ എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്നായി. ഇനി വരും കാലങ്ങളിൽ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഡേറ്റ് ഒന്നും വേണമെന്നില്ല, അല്ലാതെ സിനിമ അവരെ വെച്ച് ചിത്രീകരിക്കാം എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയാൻ കഴിഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങൾ വേറെ. ഇപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ ആദ്യത്തെ സിനിമയെക്കുറിച്ചാണ് പലരും പറയുന്നത്. പഴയകാല പാട്ടുകളെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ പാട്ടുകൾക്ക് ഹൃദയത്തിൽ തങ്ങി നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആദ്യകാല സിനിമയിലെ നായക നടന്മാരുടെ അഭിനയശേഷിയെ കുറ്റം പറഞ്ഞാൽ പോലും അത് അതിഗംഭീരമായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീതം വെച്ച് വരുമ്പോൾ, കണക്ക് കൂട്ടി പറയുമ്പോൾ, പുതിയ തലമുറയും പഴയ തലമുറയും ഒപ്പം ഇരുന്ന് സംസാരിക്കുമ്പോഴും ഒത്തിരി മുൻതൂക്കം ആദ്യകാല സിനിമകൾക്കാണ് എന്ന് പറയാതെ വയ്യ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ കഥയും തിരക്കഥയാണത്. കഥയും തിരക്കഥയും ഗംഭീരമായ ഭൂരിഭാഗം സിനിമകളും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, സംവിധായക പ്രസക്തിയില്ല? തീർച്ചയായും സംവിധാന ഇത് പറയാതിരിക്കാൻ വയ്യ. ഉദാഹരണമായിട്ട് തിരക്കഥാ ലോകത്തെ എഴുത്തുമാറ്റിയെടുത്തി തിരക്കഥാ ലോകത്തിന് മറ്റൊരു ഗന്ധർവനാണ് ശരിക്കും MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് വേണ്ടി ഇങ്ങനെ ക്യൂ നിന്ന പലരെ അറിയാം. അദ്ദേഹത്തിൻ്റെ പല തിരക്കഥകളും സിനിമയാക്കിയ 2 പ്രമുഖ സംവിധായകരാണ് കൂടുതൽ, ഹരിഹരനും IV ശശിയും. മറ്റു പലരും ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ ഈ MT വാസുദേവൻ നായർ എഴുതിയ ഒരു തിരക്കഥയിൽ അത് സംവിധാനം ചെയ്യുന്നത് ഹരിഹരനാണത്. ചർച്ച വന്നപ്പോൾ MT വാസുദേവൻ നായർ യുദ്ധം എന്ന് മാത്രമേ എഴുതി വച്ചിട്ടുള്ളൂ. യുദ്ധം എഴുതിയാൽ യുദ്ധമാകുമോ? അത് ആര് ചെയ്യും? അവിടെയാണ് സംവിധായകൻ്റെ പ്രസക്തി എന്ന് ആലോചിക്കണം. അപ്പോൾ സംവിധായകനെ നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല, എഴുത്തുകാരനെയും കുറച്ച് കാണിക്കുന്നില്ല. 2 പേർക്കും എന്നെ സംബന്ധിച്ച് ഈക്വൽ മാർക്കേ കൊടുക്കുന്നുള്ളൂ. രണ്ടും ആണ്. അപ്പോൾ ഹരിഹരൻ ആ യുദ്ധം എന്നുള്ള വാക്ക് എഴുതി വെച്ചപ്പോൾ അത് അതിവിശാലമായി അതിമനോഹരമായി ചിത്രീകരിച്ച് കാണിച്ചു. പക്ഷേ പലരും വിചാരിക്കുന്നത് എന്താ, അത് MT എഴുതി വെച്ച് അതേപോലെ തന്നെ യുദ്ധവും ചിത്രീകരിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയും വിചാരിക്കുന്നവരുണ്ട്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, മോഹൻലാലിൻ്റെ ഫ്ലോപ്പ് പടങ്ങളുണ്ട്, സൂപ്പർ ഹിറ്റ് പടങ്ങളുണ്ട്. അതിൻ്റെ തിരക്കഥാകൃത്തുക്കളൊക്കെ മിടുക്കന്മാരാണ് പലരും. മോഹൻലാൽ അങ്ങനൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. സംവിധായകരും തിരക്കഥാകൃത്തുക്കളൊക്കെ മിടുമിടുക്കന്മാരായ കുറേ പേരെ ലാലിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലാലിൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ പോവുകയാണ്. സിബി മലയിലാണ് സംവിധായകൻ. ലോഹിതദാസുണ്ട്, മോഹൻലാലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇതൊരു പിന്നാമ്പുറ കഥയാണ് കേട്ടോ. ഇപ്പം ഇത് വെച്ചുകൊണ്ട് അങ്ങനെയല്ലോ ഇങ്ങനെയാണെന്ന് പറയാൻ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ലോഹിയുമായി ഒരു അടുപ്പം ഉള്ളത് കൊണ്ട് തന്നെ, കാരണം തനിയാവർത്തനം മുതൽ ലോഹിദാസിൻ്റെ ആദ്യത്തെ തിരക്കഥ നാനയിൽ പ്രസിദ്ധീകരിക്കാൻ മുൻകൈ എടുത്തൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ലോഹി അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പോലും അന്ന് തുടങ്ങിയ കൂടുതൽ ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ലോഹിയോട് ചോദിച്ചു, ലാലിൻ്റെ സിനിമയുടെ കഥ എന്താ? അപ്പോൾ അത് രാമനിലയത്ത് വെച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ലോഹി പറയണത്, പല കഥകളും എൻ്റെ മനസ്സിലുണ്ട്, ഒന്നും അങ്ങോട്ട് എനിക്ക് ഇഷ്ടാവുന്നില്ല. ഒന്നാമത് ലാലിനൊരു പ്രത്യേക ഒരു ഇമേജ് ഉണ്ടാക്കണം. സിബി മലയിലാണ്. സിബി മലയിൽ ഞാൻ തനിയാവർത്തനം മുതൽ തുടങ്ങിയിട്ടുള്ളതാണത്. ഞങ്ങൾ കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്.
ഇത് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല സാധനം വേണം. ഞാൻ കുറേ കഥകൾ ആലോചിച്ചു. ആ കഥകൾ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഒരു കഥ വന്നിട്ടുണ്ട്. ആ കഥയെക്കുറിച്ച് എൻ്റെ ഹിൻഡ് ലോഹിക്കും മറ്റേ സിബി മലയിലിനും ലാലിനും കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല തിലകൻ ചേട്ടനും ഇഷ്ടമായിട്ടുണ്ട്. തിലകൻ ചേട്ടനൊരു പ്രധാന ഘടകം തന്നെയാണ് ലോഹിയെ സംബന്ധിച്ച്. അപ്പം അങ്ങനെ സിബി വിളിക്കും, എന്തായി കാര്യങ്ങൾ? ഇപ്പം ശരിയാവും. ഇപ്പം ശരിയാവുമെന്ന് ലോഹി പറയുന്നുണ്ടെങ്കിൽ ലോഹി എഴുത്തുക തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ പെട്ടെന്ന് വരുന്നത് വയലാറിനെ കുറിച്ചാണ്. വയലാർ ഈ കവിത, വയലാറിൻ്റെ പാട്ടുകൾ കവിതയോടെ ഉപയോഗിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ രാത്രി എവിടെയോ പോയി വെള്ളമടിച്ച് കിടന്ന് അങ്ങനെ ആയി പോയി. പിറ്റേ ദിവസം ഉദയയ്ക്ക് വേണ്ടിയിട്ടുള്ള പാടാണെന്ന് ആലോചിക്കണം. പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിന് എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി മദ്രാസിലേക്ക് പോവും വേണം. കുഞ്ചാക്ക വിടുമോ? കുഞ്ചാക്ക പറഞ്ഞു എനിക്കുള്ള പാട്ട് എഴുതി തന്നു പോയാൽ മതി. എത്ര 6 or 7 പാട്ടുണ്ടെന്ന് ആലോചിക്കണം. എങ്ങനെ സാധിക്കും? അപ്പോൾ വയലാർ പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എഴുതി തന്നിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ചാക്ക് വിശ്വാസമില്ല. ആദ്യം പറഞ്ഞ എഴുതുക പെട്ടെന്ന്, എന്നിട്ട് ആലോചിക്കാൻ മറ്റു കാര്യങ്ങൾ. അപ്പോൾ കുഞ്ചാക്കോരെ സ്റ്റുഡിയോയിൽ നമ്മൾ പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഒരു സിഗരറ്റ് പാക്കറ്റിൽ ഒരു പാട്ട് പെട്ടെന്ന്, അതായത് കാറിൻ്റെ ബോണറ്റിൽ വെച്ച് എഴുതി ഒരു പാട്ട് കൊടുത്തു. 2 പാട്ട്. ആ പാട്ടുകൾ ഭയങ്കര ഹിറ്റായി. അങ്ങനെ വാക്ക് പാലിച്ച് ഹിറ്റുകളുണ്ടാക്കിയ എഴുത്തുകാരാണ് വയലാർ. എന്നുപോലെ ഇവിടെ ലോഹിദാസ് നല്ല തിരക്കഥാകൃത്താണ്. MTയും പത്മരാജനും കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ലോഹിദാസിൻ്റെ പേരാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. ലോഹിദാസിൽ അബദ്ധത്തിൽ ചാടി എന്നൊഴിച്ചാൽ തിരക്കഥാ രംഗത്ത് മാത്രം നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് അദ്ദേഹത്തിന് സേവനം ലഭിക്കുമായിരുന്നു. അത് വേറെ കാര്യം, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ലോഹി ഇങ്ങനെ രാമനിലയത്തിൽ ഇങ്ങനെ വിശാലമായ മുറിയിൽ നടക്കുന്നു. ഇനി അവരുടെ മുന്നിൽ 10 ദിവസം മാത്രമേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ 10ാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കണം. അതിനു മുമ്പ് സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കണം. പറ്റുമോ? എങ്ങനെ പറ്റും? നമ്മൾ എടുത്ത് നോക്കുക, ഓരോരുത്തരും എത്ര ദിവസം എടുത്തിട്ട്, ഒരു ദിവസം മാത്രം എത്ര സ്ഥലങ്ങളിൽ. ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാനൊരു സിനിമ, മോശമല്ലാത്തൊരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ച് അതിന് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി. ശ്രീനിവാസനാണ് നായകൻ, ശ്രീനിവാസനാണ് തിരക്കഥാകൃത്ത്, ശ്രീനിവാസനാണ് സംവിധായകൻ. ശ്രീനിവാസന് ഞാൻ 1.5 ലക്ഷം രൂപ കാശ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പണി തുടങ്ങി വെച്ചു. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ ഇന്നത്തെ ലോക പ്രശസ്തനായ ജയരാജാണെന്ന് ആലോചിക്കണം. ജോൺസൺ മാഷെ കൊണ്ട് ഞങ്ങൾ പാട്ട് സംഗീതം ചെയ്യിച്ചു, കൈതപ്പുറത്തെ കൊണ്ട് എഴുതിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റൊന്നും പൂർത്തിയായിട്ടില്ല. അപ്പോൾ സീനി പറഞ്ഞു നമുക്ക് പോവാം. ഒരു കാറ് വിളിക്കുന്നു. ഈ കാറ് പെട്രോൾ അടിച്ച് ഞങ്ങൾ പോകുന്നു. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് താമസിക്കുന്നു. അങ്ങനെ എത്രയോ ദിവസങ്ങൾ, എത്രയോ ഹോട്ടലുകൾ, എത്രയോ റിസോർട്ടുകൾ ഇങ്ങനെ മാറി മാറി പോയിട്ടും തിരക്കഥ പകുതിയായിട്ടില്ല. ഇത് പറഞ്ഞു വരുന്നത്, അപ്പോൾ എത്രയോ ദിവസം എടുത്ത് ഒരു തിരക്കഥ എഴുതാൻ വേണ്ടി കണ്ടമാനം പൈസ ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്, സമയം ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് വളരെ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ലോഹിയെ സംബന്ധിച്ച് ലോഹി എഴുതിയ തിരക്കഥകളൊക്കെ വളരെ കുറച്ച് ദിവസം കൊണ്ട് എഴുതിയിട്ടുള്ളതാണത്. അപ്പോൾ ഇവിടെ ഈ 10 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റ് കൊടുത്ത്, സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് സീൻ ബൈ സീൻ എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാം ഓക്കെ ആക്കണം. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ലാലും സിബിയും വിളിച്ചു, എന്തായി, നടക്കുമോ എന്ന് ചോദിച്ചു. 5 ദിവസം കൊണ്ട് ഞാനത് എഴുതി തരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ എന്ന് ലോഹിദാസ് അറിയിക്കുന്നു. 2 പേരും ചിരിക്കുകയാണ്. നടക്കണ കാര്യം പറ ലോഹിന്ന്. 5ാമത്തെ ദിവസം വൈകിട്ട് ലോഹിദാസ് ഫുൾ സ്ക്രിപ്റ്റ് സിബിയെ ഏൽപ്പിക്കുന്നു. സിബി വായിക്കുന്നു, മോഹൻലാൽ വായിക്കുന്നു, ത്രില്ലടിക്കുന്നു, ലോഹിദാസിനെ കെട്ടിപ്പിടിക്കുന്നു. ആ പടം പറഞ്ഞ ദിവസം ഷൂട്ട് ചെയ്യുന്നു. പടം ബമ്പർ ഹിറ്റാവുന്നു. ഏതാ പടം? കിരീടം.